ഹിമാലയ പർവ്വതനിരകൾക്കിടയിൽ അസാധ്യമായ മനോഹാരിത തോന്നിക്കുന്ന ഒരു പർവ്വതമുണ്ട്. മേഘങ്ങളെ തുളച്ചു കയറി സൂര്യോദയത്തിന്റെ അഭൗമമായ പ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു പർവ്വതം. വജ്രം പോലെ തിളങ്ങുന്ന ഇതിന്റെ ചരിവുകൾ കാണുന്ന ഓരോ വ്യക്തിയുടെയും കണ്ണുകളെ ആകർഷിക്കും. നേപ്പാളികൾ ഈ പർവ്വതത്തിനെ ആകാശത്തിന്റെ നെറ്റി എന്ന അർത്ഥത്തിൽ സഗർമദ എന്ന് വിളിക്കും. ടിബറ്റുകാർ ഇതിനെ ലോകത്തിന്റെ മാതാവെന്ന അർത്ഥത്തിൽ ക്യോമോ ലുക്മ എന്ന് വിളിക്കും. എന്നാൽ നമ്മൾ ഇതിനെ അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ്. അതാണ് മൗണ്ട് എവറസ്റ്റ്. ഈ പർവ്വതത്തിന്റെ കൊടുമുടിയാണ് ഭൂമിയുടെ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരം കൂടിയ പോയിന്റ്. ഇത് കാലാകാലങ്ങളായി സാഹസികതയുടെ ലോകത്തിലെ ആത്യന്തിക സമ്മാനമായി നിലകൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കൊടുമുടിയിൽ കയറാൻ എല്ലാ വർഷവും ലോകത്തിന്റെ സകല കോണിൽ നിന്നും നൂറുകണക്കിന് പേര് ഈ പർവ്വതത്തിന്റെ കാൽച്ചുവട്ടിലെത്തും. പക്ഷെ ഈ കൊടുമുടിയിൽ എത്തുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. ഭൂമിയിലെ തന്നെ ഏറ്റവും തീവ്രമായ പരിസ്ഥിതികളിൽ ഒന്നാണ് മൗണ്ട് എവറസ്റ്റ്. അതിനാൽ എവറസ്റ്റ് കൊടുമുടിയിലേക്കുള്ള മാസങ്ങളോളം നിലനിൽക്കുന്ന ജൈത്രയാത്ര ശരിക്കും അതിതീവ്രമായ പരിസ്ഥിതിയുമായുള്ള ക്രൂരമായ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നമ്മുടെ ജീവൻ തന്നെ നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ജീവൻ നഷ്ടമായിട്ടുള്ള നൂറുകണക്കിന് പേരുടെ ശവശരീരങ്ങൾ മൗണ്ട് എവറസ്റ്റിൽ ഇപ്പോഴും കാണാം. അപ്പോൾ മൗണ്ട് എവറസ്റ്റ് വെറുമൊരു പർവ്വതം എന്നതിലുപരി അത് ശരിക്കും ഒരു ശ്മശാന ഭൂമിയും കൂടെയാണ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കുക എന്ന സ്വപ്നവുമായി വരുന്ന മനുഷ്യരിൽ ഒരാളെങ്കിലും എല്ലാ വർഷവും കൊല്ലപ്പെടാറുണ്ട്. 21-ാം നൂറ്റാണ്ടിൽ ആകെ ഒരേ ഒരു വർഷം മാത്രമാണ് എവറസ്റ്റ് ആരെയും കൊല്ലാതെ വിട്ടത്. അത് 2020-ലായിരുന്നു. എന്തെന്നാൽ കോവിഡ് കാരണം ആ വർഷം ആർക്കും തന്നെ എവറസ്റ്റിൽ കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് ആരും കൊല്ലപ്പെട്ടതുമില്ല. ഇനി കൊടുമുടിയിൽ കയറി ജീവനോടെ തിരിച്ചു വരുന്നവരുടെ കാര്യവും കഷ്ടമാണ്. പൊട്ടിയ എല്ലുകൾ, ഫ്രോസ്റ്റ് ബൈറ്റ് കാരണം നഷ്ടപ്പെട്ട വിരലുകൾ, മാനസിക ആഘാതം, അങ്ങനെ പലപ്പോഴും അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ടാകും. അത്രയേറെ ഡേഞ്ചറസ് ആണ് എവറസ്റ്റ് കൊടുമുടി. പക്ഷേ ശരിക്കും എന്തുകൊണ്ടാണ് എവറസ്റ്റ് ഇത്രയേറെ അപകടകരമാകുന്നത്? എന്തെല്ലാം ഭീഷണികളാണ് അവിടെ മറഞ്ഞിരിക്കുന്നത്? നമുക്ക് നോക്കാം. എവറസ്റ്റ് കൊടുമുടിയിൽ കയറാൻ 20ഓളം വഴികളുണ്ട്. പക്ഷേ കയറുന്നതിൽ 98% പേരും അതിൽ ആകെ 2 വഴികൾ മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ. നോർത്ത് കോൾ റൂട്ടും സൗത്ത് കോൾ റൂട്ടും. ഈ 2 റൂട്ട്സിലൂടെ അല്ലാതെ മറ്റു റൂട്ടുകളിലൂടെ പോയിട്ടുള്ളവരിൽ ബഹുഭൂരിപക്ഷം പേരും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. നോർത്ത് കോൾ റൂട്ട് തുടങ്ങുന്നത് ടിബറ്റിൽ നിന്നുമാണ്. സൗത്ത് കോൾ തുടങ്ങുന്നത് നേപ്പാളിൽ നിന്നും. 70%-ൽ കൂടുതൽ പേരും തിരഞ്ഞെടുക്കുന്നത് സൗത്ത് കോൾ റൂട്ടാണ്. സൗത്ത് കോൾ റൂട്ട് കൂടുതൽ സുരക്ഷിതമാണ്. സൗത്ത് കോൾ കൂടുതൽ പ്രശസ്തമായതിനാൽ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളും കൂടുതലാണ്. നോർത്ത് കോൾ റൂട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൗത്ത് കോൾ റൂട്ടിൽ റെസ്ക്യൂ ഓപ്ഷൻസും ഭേദമാണ്. എന്തെന്നാൽ സൗത്ത് കോളിൽ റെസ്ക്യൂ ഹെലികോപ്റ്റേഴ്സിന് കൂടുതൽ ഉയരത്തിലെത്താൻ സാധിക്കും. സൗത്ത് കോളിനെ അപേക്ഷിച്ച് നോർത്ത് കോളിന്റെ താപനിലയും കാറ്റും കാലാവസ്ഥയും അങ്ങനെയെല്ലാം തന്നെ കൂടുതൽ തീവ്രമാണ്. അതിനു പുറമെ സൗത്ത് കോൾ റൂട്ടിൽ സേഫായി അക്ലൈമേറ്റൈസേഷനും ചെയ്യാൻ കഴിയും. അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ടാണ് കൂടുതൽ പേരും ഈ റൂട്ട് തിരഞ്ഞെടുക്കുന്നത്. 30 ലക്ഷം മുതൽ 1.5 കോടി രൂപയോളം വരെ ചിലവാക്കിയിട്ടാണ് എല്ലാവരും എവറസ്റ്റ് കീഴടക്കാൻ പോകുന്നത്. നേപ്പാൾ ഗവൺമെന്റിൽ നിന്നും എവറസ്റ്റിൽ കയറാനുള്ള പെർമിഷൻ കിട്ടാൻ തന്നെ 13 ലക്ഷം രൂപയിൽ കൂടുതൽ ചിലവുണ്ട്. ഗൈഡുകൾക്ക് 2 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ കൊടുക്കണം. പിന്നെ മല കയറാനായിട്ട് പ്രത്യേക ഉപകരണങ്ങൾ വേണം. ഇതെല്ലാം തന്നെ ഭയങ്കര വില കൂടിയ വസ്തുക്കളാണ്. ഉദാഹരണത്തിന് ബൂട്ട്സ് മാത്രം തന്നെ 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ ആകും. നേപ്പാളിലെ ലുക്ല എന്ന ചെറിയൊരു പട്ടണത്തിൽ നിന്നുമാണ് എവറസ്റ്റിലേക്കുള്ള ജൈത്രയാത്ര തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ദി ഗേറ്റ് വേ ടു എവറസ്റ്റ് എന്നാണ് ഈ പട്ടണം അറിയപ്പെടുന്നത്. ലുക്ലയിൽ നിന്നും തുടങ്ങുന്ന കൊടുമുടിയിലേക്കുള്ള യാത്രക്കിടയിൽ 5 ക്യാമ്പുകളുണ്ട്. ഒന്നാമത്തെ ക്യാമ്പിനെ ബേസ് ക്യാമ്പ് എന്നാണ് പറയുന്നത്. ലുക്ലയിൽ നിന്നും ബേസ് ക്യാമ്പിലേക്കുള്ള ദൂരം എന്നത് ഏകദേശം 65 കിലോമീറ്റേഴ്സ് ആണ്. അത്രയും ദൂരം വരെ നടന്നാണ് പോകേണ്ടത്. ലുക്ലയിൽ നിന്ന് ബേസ് ക്യാമ്പിലെത്താൻ ചിലപ്പോൾ 2 ആഴ്ചകൾ വരെ സമയമെടുക്കും. വേണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ബേസ് ക്യാമ്പിലെത്താൻ സാധിക്കും. എന്നിരുന്നാലും ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയമെടുത്ത് ബേസ് ക്യാമ്പിലേക്ക് പോകുന്നത്. അതായത് അന്തരീക്ഷത്തിന്റെ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് അന്തരീക്ഷത്തിന്റെ കട്ടി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ അളവും കുറയും. ഈ കുറഞ്ഞ അളവിലുള്ള ഓക്സിജൻ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരം കൃത്യമായി പ്രവർത്തിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടും. ഇങ്ങനെ ശരീരത്തിന് ആവശ്യമായ അളവിൽ ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയെ ഹൈപ്പോക്സിയ എന്നാണ് പറയുന്നത്. ഹൈപ്പോക്സിയയുടെ അനന്തരഫലമായി ശരീരത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും.
ഈ പ്രശ്നങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്താണ് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്ന് പറയുന്നത്. പ്രധാനമായും 3 വിധത്തിലാണ് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് സംഭവിക്കുന്നത്. ഒന്നാമതായി അക്യൂട്ട് മൗണ്ടൈൻ സിക്നസ്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന പ്രശ്നം. എവറസ്റ്റ് കയറാൻ ശ്രമിക്കുന്ന ഒട്ടുമിക്ക പേർക്കും അക്യൂട്ട് മൗണ്ടൈൻ സിക്നസ് വരാറുണ്ട്. തലവേദന, ഓക്കാനം, ക്ഷീണം, തലചുറ്റൽ, ഉറക്കമില്ലായ്മ എന്നിവയൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. മുകളിലേക്ക് കയറാതെ റെസ്റ്റ് എടുത്താൽ 1-2 ദിവസങ്ങൾ കൊണ്ട് തന്നെ സാധാരണഗതിയിൽ അക്യൂട്ട് മൗണ്ടൈൻ സിക്നസ് ഭേദമാകും. അതിനാൽ ഇത് വലിയൊരു പ്രശ്നമല്ല. എന്നാൽ രണ്ടാമത്തെ വിധമായ ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമോണറി എഡിമ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. ശ്വാസകോശത്തിൽ ദ്രാവകങ്ങൾ അടിഞ്ഞുകൂടുന്ന ഒരവസ്ഥയാണിത്. നെഞ്ച് വലിഞ്ഞു മുറുകുന്നത് പോലെ തോന്നുന്നതും നിരന്തരമായ ചുമയുമാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഈ അവസ്ഥ ഭേദമാകാൻ എത്രയും വേഗം താഴേക്ക് വരിക എന്നത് മാത്രമാണ് ഒരേയൊരു മാർഗം. ഒപ്പം ആവശ്യമെങ്കിൽ ചികിത്സയും നൽകേണ്ടി വരും. ഇത് കാര്യമാക്കാതെ വീണ്ടും മുകളിലേക്ക് പോയാൽ മരണം ഏകദേശം ഉറപ്പാണ്. മൂന്നാമത്തെ വിധം ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഇതിനേക്കാൾ അപകടകരമാണ്. അതാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് സെറിബ്രൽ എഡിമ. തലച്ചോറ് വീർത്ത് കയറുന്ന ഒരവസ്ഥയാണിത്. അതിതീവ്രമായ തലവേദന, മനോവിഭ്രമം, കൃത്യമായി സംസാരിക്കാൻ പറ്റാതാവുക, യുക്തിവിരുദ്ധമായി പ്രവർത്തിക്കുക എന്നിവയൊക്കെയാണ് ഈ അവസ്ഥയുടെ ലക്ഷണങ്ങൾ. ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ എത്രയും വേഗം താഴേക്കിറങ്ങി ചികിത്സ തേടിയില്ലെങ്കിൽ പിന്നെ മരണം സുനിശ്ചിതമാണ്. കൂടുതൽ ഉയരങ്ങളിലോട്ട് പോകുന്നതിനനുസരിച്ച് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് പിടിപെടാനുള്ള സാധ്യതയും അതോടൊപ്പം പിടിപെടുന്ന ആൾട്ടിറ്റ്യൂഡ് സിക്നസിന്റെ തീവ്രതയും കൂടിക്കൊണ്ടിരിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കണമെങ്കിൽ അക്ലൈമറ്റൈസേഷൻ സംഭവിക്കേണ്ടത് വളരെ പ്രധാനമാണ്. മാറുന്ന പരിസ്ഥിതിക്ക് അനുസരിച്ച് നമ്മുടെ ശരീരം പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നതിനെയാണ് അക്ലൈമറ്റൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അക്ലൈമറ്റൈസേഷൻ സംഭവിക്കാൻ ഒരുപാട് സമയമെടുക്കും. ഉയരം കൂടിയ ഒരു സ്ഥലത്തിലേക്ക് പെട്ടെന്ന് പോയാൽ അക്ലൈമറ്റൈസേഷൻ സംഭവിക്കില്ല. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് സിക്നസും ഉണ്ടാകും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ലുക്ലയിൽ നിന്നും 2 ആഴ്ചകളോളം വരെ സമയമെടുത്ത് ബേസ് ക്യാമ്പിലേക്ക് പോകുന്നത്. സാധാരണഗതിയിൽ 8000 അടി ഉയരത്തിലെത്തുമ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടാകും. പക്ഷേ ബേസ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 17,500 അടി ഉയരത്തിലാണ്. അതായത് ബേസ് ക്യാമ്പിൽ എത്തുമ്പോൾ തന്നെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് പകുതിയോളം കുറയും. അനന്തരഫലമായി ഇവിടെ എത്തുമ്പോൾ തന്നെ ഒട്ടുമിക്ക പേർക്കും അക്യൂട്ട് മൗണ്ടൈൻ സിക്നസ് സംഭവിക്കാറുണ്ട്. ബേസ് ക്യാമ്പിൽ എത്തുന്നവര് പിന്നെ 1 മാസത്തോളം സമയം വരെ ബേസ് ക്യാമ്പിൽ തന്നെ തങ്ങും. അക്ലൈമറ്റൈസേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ താങ്ങുന്നത്. ഈ സമയം അവര് ട്രെയിനിങ്ങും പ്രാക്ടീസും ഒക്കെ ചെയ്യാറുണ്ട്. നിർഭാഗ്യവശാൽ ഒരുപാട് പേര് വരുന്നതിനാലും വൃത്തിയാക്കാൻ ആരുമില്ലാത്തതിനാലും ഒട്ടും തന്നെ വൃത്തിയില്ലാത്ത ഒരു സ്ഥലമാണ് ബേസ് ക്യാമ്പ്. അതിനാൽ ഇവിടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ബഗ്സ് ധാരാളമുണ്ട്. അതിനു പുറമെ തണുപ്പ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി ദുർബലമാകും. അപ്പോൾ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയും ഒരുപാട് വർദ്ധിക്കും. അനന്തരഫലമായി ഇവിടെയുള്ള ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ബഗ്സ് കാരണം പല വിധത്തിലുമുള്ള ഉദര രോഗങ്ങളും ഉണ്ടാകും. ബേസ് ക്യാമ്പിലെത്തുന്ന ഭൂരിപക്ഷം പേർക്കും ഇത്തരം രോഗങ്ങൾ പിടിപെടുന്നത് പതിവാണ്. പക്ഷേ ഇതിനൊക്കെ പുറമെ ബേസ് ക്യാമ്പിൽ മറ്റു ചില അപകടങ്ങളും പതിയിരിപ്പുണ്ട്. 2015 ഒരു ഭൂമികുലുക്കം കാരണം മൗണ്ട് എവറസ്റ്റിൽ നിരവധി അവലാഞ്ചസ് അഥവാ ഹിമപ്രവാഹങ്ങൾ ഉണ്ടായി. അതായത് മലമുകളിലുള്ള കുറെ മഞ്ഞ് ഇടിഞ്ഞ് താഴോട്ട് വരുന്നതാണ് ഹിമപ്രവാഹം. താരതമ്യേന പറഞ്ഞാൽ ഏകദേശം ഉരുൾപൊട്ടുന്നതിന് സമാനമാണ് അവലാഞ്ചസ്. ഉരുൾപൊട്ടൽ എത്രത്തോളം ഭീകരമാണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ അപകടകാരികളാണ് അവലാഞ്ചസ്. 2015 അവലാഞ്ചസിൽ ഭീമാകാരമായ ഒരെണ്ണം ബേസ് ക്യാമ്പിലൂടെയാണ് കടന്നുപോയത്. അത് കാരണം അന്ന് 22 പേര് കൊല്ലപ്പെട്ടു. 40ഓളം പേർക്ക് ഗുരുതരമായ പരിക്കുകളും പറ്റി. പക്ഷേ എവറസ്റ്റ് കൊടുമുടിയിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സേഫായ സ്ഥലമാണ് ബേസ് ക്യാമ്പ്. അപ്പോൾ ഇതിന് മുകളിലോട്ട് എത്രമാത്രം ഡേഞ്ചറസ് ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇതുവരെയുള്ള കണക്ക് പ്രകാരം ബേസ് ക്യാമ്പ് കഴിഞ്ഞ് മുകളിലേക്ക് പോകുന്നവരിൽ 100-ൽ ഒരാൾക്ക് തീർച്ചയായും മരണം സംഭവിച്ചിരിക്കും. 1 മാസത്തോളം ബേസ് ക്യാമ്പിലായിരുന്ന ശേഷം അടുത്ത് ക്യാമ്പ് 1ലേക്ക് പോകും. ബേസ് ക്യാമ്പിൽ നിന്നും വെറും 6.5 കിലോമീറ്റർ അകലെയാണ് ക്യാമ്പ് 1. ഏതാണ്ട് 6 മണിക്കൂറുകളുടെ സമയം കൊണ്ട് തന്നെ ക്യാമ്പ് 1ലെത്താം. പക്ഷേ ക്യാമ്പ് 1ലേക്ക് പോകുന്ന വഴിയിൽ ഒരു വലിയ അപകടമുണ്ട്. അതാണ് ഖുംബു ഐസ് ഫോൾ. എവറസ്റ്റ് കൊടുമുടിയിലേക്കുള്ള യാത്രയിലെ ഏറ്റവും അപകടകരമായ മേഖലയായിട്ട് കൂടുതൽ പേരും പരിഗണിക്കുന്നത് ശരിക്കും ഖുംബു ഐസ് ഫോളിനെയാണ്. പർവ്വതത്തിന് മുകളിലുള്ള മഞ്ഞുപാളികൾ ഒഴുകി താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ നദിയാണ് ഖുംബു ഐസ് ഫോൾ. ഇതിലുള്ള മഞ്ഞുകട്ടകൾക്ക് വലിയ 12 നില കെട്ടിടത്തിന്റെ അത്ര വരെ വലിപ്പമുണ്ടായിരിക്കും. പ്രത്യക്ഷത്തിൽ ഈ മഞ്ഞുകട്ടകളൊക്കെ അനങ്ങാതെ ഒരിടത്തിരിക്കുന്നത് പോലെ തോന്നും. പക്ഷേ ഒരു ദിവസം ഏതാണ്ട് 1 മീറ്റർ വേഗത്തിൽ ഈ മഞ്ഞുകട്ടകളെല്ലാം താഴോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഖുംബു ഐസ് ഫോള് നിരന്തരമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചലനങ്ങൾ കാരണം ഈ നദി ഒട്ടും തന്നെ സ്റ്റേബിൾ അല്ല.
ഇതിലുള്ള ഏത് മഞ്ഞുകട്ട വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തകർന്ന് താഴോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തകർന്നു വീഴുന്ന സമയം താഴെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മീതെ മഞ്ഞുകട്ട വന്ന് വീണ് കൊല്ലപ്പെടും. അതും യാതൊരു വിധത്തിലുമുള്ള സൂചനകളുമില്ലാതെ വളരെ പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുന്നത്. അതിനാൽ ഓടി രക്ഷപ്പെടാമെന്ന് കരുതിയാലും സാധിക്കില്ല. അതിനു പുറമെ ഈ മഞ്ഞുകട്ടകൾക്കിടയിൽ ധാരാളം വിള്ളലുകൾ ഉണ്ടായിരിക്കും. ഏണികളും കയറുകളും ഐസാക്സുകളും അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് വളരെ ശ്രദ്ധയോടെ വേണം ഈ വിള്ളലുകൾ മറികടന്ന് പോകാൻ. കാല് ചെറുതായിട്ടൊന്ന് തെന്നിയാൽ നേരെ ആ വിള്ളലിന്റെ ഉള്ളിലേക്ക് വീഴും. വളരെ ആഴമേറിയതാണ് ഈ വിള്ളലുകൾ. ചിലതിന് 300 അടി വരെ ആഴമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വിള്ളലുകൾക്കുള്ളിൽ വീണാൽ മരണം ഉറപ്പാണ്. അവരുടെ മൃതശരീരങ്ങൾ പുറത്തെടുക്കാൻ പോലും പൊതുവെ ആർക്കും സാധിക്കാറില്ല. ഇതിനു പുറമെ ഇവിടെ സ്ഥിരമായിട്ട് അവലാഞ്ചസും സംഭവിക്കാറുണ്ട്. 2014 ഒരു സംഘം പേര് ഖുംബു ഐസ്ഫോളിലൂടെ പോകുന്നതിനിടയിൽ മുകളിൽ നിന്നും 113 അടിയോളം കട്ടിയുള്ള വലിയൊരു മഞ്ഞുകട്ട തകർന്നു വീണത് കാരണം ഇവിടെ ശക്തമായ ഒരു ഹിമപ്രവാഹമുണ്ടായി. അന്ന് 16 പേരാണ് ഈ ഹിമപ്രവാഹത്തിൽ കുടുങ്ങി കൊല്ലപ്പെട്ടത്. അങ്ങനെ ആകെ മൊത്തം വളരെ അപകടകരമായ ഒരു മേഖലയാണിത്. പൊതുവെ അതിരാവിലെ ആയിരിക്കും ക്ലൈംബേഴ്സ് ഒക്കെ ഈ മേഖലയിലൂടെ കടന്നു പോകുന്നത്. എന്തെന്നാൽ പകൽ സമയമാകുമ്പോൾ സൂര്യന്റെ ചൂട് കാരണം മഞ്ഞുകട്ടകളൊക്കെ ഉരുകാൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായും നദിയുടെ സ്റ്റെബിലിറ്റി തീരെ കുറയും. പക്ഷേ അതിരാവിലെ ആകുമ്പോൾ ഈ പ്രശ്നമുണ്ടാകില്ല. എന്തെന്നാൽ ആ സമയത്ത് രാത്രിയിലെ തണുപ്പ് കാരണം മഞ്ഞുകട്ടകളൊക്കെ കൂടുതൽ ദൃഢമായിരിക്കും. അങ്ങനെ പല മണിക്കൂറുകളുടെ കഠിന പ്രയത്നത്തിനൊടുവിൽ ക്യാമ്പ് 1-ലെത്താൻ സാധിക്കും. ശേഷം അക്ലൈമറ്റൈസേഷന് വേണ്ടി 1-2 ദിവസം ക്യാമ്പ് 1-ൽ തന്നെ തങ്ങും. ക്യാമ്പ് 1-ൽ നിന്നും വെറും 4 കിലോമീറ്ററുകൾക്ക് അകലെയാണ് ക്യാമ്പ് 2. 3-4 മണിക്കൂറുകൾ കൊണ്ട് തന്നെ ക്യാമ്പ് 2-ലെത്താം. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. വെസ്റ്റേൺ CWM എന്നൊരു താഴ്വരയിലൂടെയാണ് ക്യാമ്പ് 2-ലേക്ക് പോകേണ്ടത്. ചുറ്റുമുള്ള വലിയ പർവ്വതങ്ങളുടെ ചുമരുകൾ കാരണം ഈ താഴ്വരയിൽ കാറ്റ് വീശാറില്ല. അതിനാൽ ഇവിടെ സൂര്യന്റെ കഠിനമായ ചൂട് വലിയൊരു വെല്ലുവിളിയായിരിക്കും. അതിനു പുറമെ ഈ താഴ്വരയിൽ പരന്നു കിടക്കുന്ന മഞ്ഞ് നല്ല രീതിയിൽ സൂര്യപ്രകാശത്തിനെ പ്രതിഫലിപ്പിക്കും. അത് ചൂടിന്റെ തീവ്രത കൂട്ടാൻ സഹായിക്കും. അനന്തരഫലമായി ക്ലൈംബേഴ്സിന് പലപ്പോഴും തീവ്രമായ സൺബേണും ഡീഹൈഡ്രേഷനും ഒക്കെ സംഭവിക്കാറുണ്ട്. ഇതിനൊക്കെ പുറമെ ഈ മഞ്ഞിനടിയിൽ ചിലപ്പോൾ വിള്ളലുകളും ഉണ്ടായിരിക്കും. വിള്ളലുകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലത്തെ വലിയ വിള്ളലുകളാണ്. ഈ വിള്ളലുകൾക്കുള്ളിൽ വീണാൽ പിന്നെ രക്ഷപ്പെടുന്നത് ഏകദേശം അസാധ്യമാണ്. അതിനാൽ ഓരോ അടിയും വളരെ സൂക്ഷിച്ച് വേണം വയ്ക്കാൻ. ക്യാമ്പ് 2-ലെത്തിയാൽ പിന്നെ അക്ലൈമറ്റൈസേഷന് വേണ്ടി അവിടെ 1-2 ദിവസം തങ്ങും. ശേഷം അടുത്ത് ക്യാമ്പ് 3-ലേക്കുള്ള യാത്ര തുടങ്ങും. ക്യാമ്പ് 2-ൽ നിന്നും വെറും 2.5 കിലോമീറ്ററുകൾക്ക് അകലെയാണ് ക്യാമ്പ് 3. പക്ഷെ എങ്കിലും അവിടെ എത്താൻ 10 മണിക്കൂറുകളോളം വരെ സമയമെടുക്കും. എന്തെന്നാൽ ഇത് വളരെ കുത്തനെയുള്ള കയറ്റമാണ്. ലോഡ്സെ ഫേസ് എന്നാണ് ഈ മേഖലയെ പറയുന്നത്. ഈ മേഖലയിൽ ഒട്ടുമിക്ക ഭാഗങ്ങളും 40 മുതൽ 50 ഡിഗ്രി വരെ ചരിവുള്ള കയറ്റങ്ങളാണ്. ഈ കയറ്റങ്ങൾ മൊത്തം ഐസ് കൊണ്ട് മൂടിയതായിരിക്കും. അതിനാൽ കയറുന്നതിനിടയിൽ തെന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒന്ന് തെന്നിപ്പോയാൽ ഇത്രയും ഉയരത്തിൽ നിന്ന് താഴെ ചെന്ന് വീണ് തീർച്ചയായും മരണപ്പെടും. ബൂട്ട്സിൽ മുള്ളുകൾ ഘടിപ്പിച്ച് കയറുകൾ കെട്ടിമുറുക്കി ഐസ് ആക്സ് ഒക്കെ ഉപയോഗിച്ച് വളരെ വളരെ ശ്രദ്ധയോടെയാണ് ഈ മേഖല കടക്കേണ്ടത്. മറ്റൊരു കാര്യം, 21,000 അടി ഉയരത്തിലാണ് ക്യാമ്പ് 2. ഈ ഉയരത്തിൽ ഓക്സിജന്റെ അളവ് തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് കയറാനും പ്രയാസകരമാകും. മുകളിലേക്ക് വയ്ക്കുന്ന ഓരോ അടിയും വലിയ കഷ്ടപ്പാടുള്ള ഒരു കാര്യമായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. അതിനു പുറമെ മുകളിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് മഞ്ഞുകട്ടകൾ താഴോട്ട് വന്ന് വീണുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയും കൂടെയാണിത്. ഖുംബു ഐസ്ഫോൾ കഴിഞ്ഞാൽ പിന്നെ ഈ മേഖലയെയാണ് ഏറ്റവും അപകടകരമായിട്ട് പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് സാധനങ്ങളും കൊണ്ടാണ് എല്ലാവരും മല കയറുന്നത്. ഈ സാധനങ്ങൾക്കെല്ലാം കൂടെ ചിലപ്പോൾ 20 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരിക്കും. യാത്രയിലുടനീളം ഇത്രയും ഭാരവും കൂടെ ചുമന്നുകൊണ്ടാണ് നടക്കേണ്ടത്. എന്തായാലും ലോഡ്സെ ഫേസിലൂടെയുള്ള 10 മണിക്കൂറുകളോളം നീണ്ട യാത്രയ്ക്ക് ശേഷം ക്യാമ്പ് 3-ലെത്തും. 23,600 അടി ഉയരത്തിലാണ് ക്യാമ്പ് 3. ഇവിടെ ഒരുപാട് സമയമൊന്നും ചിലവഴിക്കാറില്ല. കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഇവിടെ ആയിരിക്കുകയുള്ളൂ. കൊണ്ടുപോകുന്ന ഓക്സിജൻ ടാങ്കുകൾ ക്യാമ്പ് 3-ലെത്തിയ ശേഷമാണ് പൊതുവെ ഉപയോഗിച്ച് തുടങ്ങുന്നത്. എന്നുവെച്ച് എപ്പോഴും ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കാറില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ പിന്നീട് തിരിച്ചിറങ്ങി വരുന്ന സമയം ഓക്സിജൻ തികയാതെ വരും. ക്യാമ്പ് 3-ക്ക് മുകളിലുള്ള മേഖല വളരെ ശക്തമായിട്ട് കാറ്റ് വീശുന്ന മേഖലയാണ്. അതിനു പുറമെ അതിതീവ്രമായ തണുപ്പുമുണ്ടായിരിക്കും. അതിനാൽ ഫ്രോസ്റ്റ് ബൈറ്റ് സംഭവിക്കാനുള്ള സാധ്യത ഇവിടെ വളരെ വളരെ കൂടുതലാണ്. ഫ്രോസ്റ്റ് ബൈറ്റ് സംഭവിച്ച് വിരലുകളൊക്കെ നഷ്ടപ്പെടുന്നതിന്റെ പ്രധാന കാരണവും ഈ മേഖലയാണ്. അതിനു പുറമെ ഹൈപ്പോക്സിയ കൂടുതൽ മാരകമായിക്കൊണ്ടിരിക്കും. അപ്പോൾ ശരീരം തീരെ ദുർബലമാകാനും തുടങ്ങും.
ഒപ്പം മാരകമായ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാകും. ആഴ്ചകളോളമുള്ള യാത്രയ്ക്ക് ശേഷം ഓൾറെഡി ക്ലൈംബേഴ്സ് ഒക്കെ തീരെ അവശരായിരിക്കും. അതിനാൽ ക്യാമ്പ് 3 കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ ഇവരെ ബാധിക്കാൻ തുടങ്ങും. മറ്റൊരു കാര്യം, ക്യാമ്പ് 3 വരെയാണ് രക്ഷപ്പെടാനുള്ള അവസാനത്തെ സ്ഥലം. അതായത് സാധാരണഗതിയിൽ ക്യാമ്പ് 3 വരെ മാത്രമേ റെസ്ക്യൂ ഹെലികോപ്റ്റേഴ്സിന് വരാൻ പറ്റൂ. അതിന് മുകളിൽ അന്തരീക്ഷത്തിന്റെ കട്ടി കുറവായതിനാൽ ഹെലികോപ്റ്റേഴ്സിന് കൃത്യമായിട്ട് പറക്കാൻ കഴിയില്ല. ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യം പറഞ്ഞതുപോലെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് പിടിപെടാനുള്ള സാധ്യതയും കൂടിക്കൊണ്ടിരിക്കും. അതും ഉയരം കൂടുമ്പോൾ ആൾട്ടിറ്റ്യൂഡ് സിക്നസിന്റെ തീവ്രതയും രൂക്ഷമാകും. പക്ഷെ അതോടൊപ്പം തന്നെ മുകളിലേക്ക് കയറാനുള്ള ആവേശവും ആഗ്രഹവും കൂടിക്കൊണ്ടിരിക്കും. എങ്ങനെയെങ്കിലും കൊടുമുടിയിൽ എത്തിയാൽ മതിയെന്നായിരിക്കും അപ്പോൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില ക്ലൈംബേഴ്സ് ചെയ്യുന്ന വളരെ വലിയൊരു തെറ്റെന്താണെന്നാൽ, എന്തെങ്കിലും വിധത്തിലുള്ള ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ചെറുതായിട്ട് അനുഭവപ്പെട്ടാലും അത് കാര്യമാക്കാതെ അവര് വീണ്ടും മുകളിലേക്ക് തന്നെ കയറും. കാരണം ഒരുപാട് കാശും മുടക്കി ഇത്രയേറെ കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിയിട്ട് ഇനി തിരിച്ചു പോയാൽ അത് വലിയ നഷ്ടമായി പോകുമെന്നായിരിക്കും ഒട്ടുമിക്ക പേരും ചിന്തിക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അത് ശരിയും തന്നെയാണ്. അത് മാത്രമല്ല, ഇതുവരെ എത്തിയ സ്ഥിതിക്ക് ഇനി കൊടുമുടി വരെ തീർച്ചയായും പോകാൻ സാധിക്കുമെന്ന അന്ധമായ കോൺഫിഡൻസും ഉണ്ടാകും. അങ്ങനെ ആ കോൺഫിഡൻസും വെച്ച് മുകളിലേക്ക് പോയാൽ മരണം ഏകദേശം അനിവാര്യമാണെന്ന കാര്യം പലപ്പോഴും അവർ ഓർക്കാറില്ല. എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ക്ലൈംബേഴ്സിനാണ് പൊതുവെ ഇത് സംഭവിക്കുന്നത്. എന്തായാലും ക്യാമ്പ് 3ൽ നിന്നും 4-5 മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം ക്യാമ്പ് 4ലെത്തും. ക്യാമ്പ് 4 26,000 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 26,000 അടി ഉയരത്തിലുള്ള മേഖലയെ ഡെത്ത് സോൺ എന്നാണ് അറിയപ്പെടുന്നത്. ആ പേര് വെറുമൊരു അതിശയോക്തിയല്ല. 26,000 അടി കഴിഞ്ഞാൽ പിന്നെ ഹൈപ്പോക്സിയ അതിതീവ്രമാകും. തീവ്രമെന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥയിൽ ഓക്സിജൻ അബ്സോർബ് ചെയ്യാൻ കഴിയുന്നതിലും കൂടുതൽ വേഗത്തിൽ ശരീരം ഓക്സിജൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അതിനാൽ കണ്ടിന്യൂസ് ആയിട്ട് ഓക്സിജൻ മാസ്ക് ഉപയോഗിച്ചാൽ പോലും അധിക നേരം ഡെത്ത് സോണിലായിരിക്കാൻ കഴിയില്ല. ഡെത്ത് സോണിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തലച്ചോറും മറ്റ് ശരീരാവയവങ്ങളൊന്നും തന്നെ കൃത്യമായിട്ട് പ്രവർത്തിക്കാതെയാകും. ചുരുക്കി പറഞ്ഞാൽ, ഡെത്ത് സോണിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരം യഥാർത്ഥത്തിൽ പതിയെ പതിയെ മരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഡെത്ത് സോണിൽ പരമാവധി 1 ദിവസത്തോളം സമയം വരെ മാത്രമേ ഒട്ടുമിക്ക മനുഷ്യർക്കും അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ എവറസ്റ്റിൽ കൊല്ലപ്പെട്ടിട്ടുള്ളതിൽ ഭൂരിപക്ഷം പേരും യഥാർത്ഥത്തിൽ ഡെത്ത് സോണിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. മറ്റൊരു കാര്യം, മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മുടെ കണ്ണുകളിൽ കൂടുതൽ UV റേഡിയേഷൻ വന്ന് പതിച്ചുകൊണ്ടിരിക്കും. അത്രയും UV റേഡിയേഷൻ താങ്ങാനുള്ള കരുത്ത് നമ്മുടെ കണ്ണുകൾക്കില്ല. അനന്തരഫലമായി മുകളിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ കാഴ്ചശക്തിക്ക് കാര്യമായ ക്ഷതം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ച് 12 മണിക്കൂറുകളോളം സമയമെടുക്കുന്ന കഠിനമായ യാത്രയ്ക്ക് ശേഷം അവസാനം അങ്ങ് കൊടുമുടിയിലെത്തും. അധിക നേരമൊന്നും കൊടുമുടിയിൽ ചിലവഴിക്കാൻ പറ്റില്ല. പരമാവധി അരമണിക്കൂർ നേരം മാത്രമേ ഇവിടെ ചിലവഴിക്കുകയുള്ളൂ. കാരണം കൂടുതൽ നേരം ചിലവഴിച്ചാൽ പിന്നെ താഴോട്ട് വരുന്നതിന് മുന്നേ മുകളിലേക്ക് പോകും. എന്തായാലും കൊടുമുടിയിൽ എത്തുന്നതോടെ എല്ലാം തീർന്നുവെന്നാണ് കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. മുകളിലേക്ക് കയറുന്നതിനേക്കാൾ ഒരുപാട് പ്രയാസകരമാണ് തിരിച്ചിറങ്ങി വരാൻ. അതിന്റെ ഒരേ ഒരു കാരണം, തിരിച്ചു വരുന്ന സമയം ഓൾറെഡി കുറെ മണിക്കൂറുകൾ ഡെഡ് സോണിലായിരുന്നിരിക്കും. അനന്തരഫലമായി ആൾട്ടിറ്റ്യൂഡ് സിക്നസ് വളരെ മാരകമായിട്ടുണ്ടാകും. പലർക്കും ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന ബോധം പോലും ഇല്ലായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. ഇത്രയും ഉയരത്തിൽ വെച്ച് ചെയ്യുന്ന വളരെ നിസ്സാരമായ ഒരു പിഴവ് പോലും ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തും. ഈ കാരണം കൊണ്ട് തന്നെ ഡെത്ത് സോണിൽ കൊല്ലപ്പെട്ടിട്ടുള്ളവരിൽ ഭൂരിപക്ഷം പേരും യഥാർത്ഥത്തിൽ തിരിച്ചിറങ്ങി വരുന്ന വഴിക്കാണ് കൊല്ലപ്പെട്ടത്. ഇത്രയേറെ അവശരായിരിക്കുന്ന ഈ അവസ്ഥയിൽ തിരിച്ച് ജീവനോടെ തന്നെ ബേസ് ക്യാമ്പ് വരെ എത്തുക എന്നതാണ് യഥാർത്ഥത്തിൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്നതിലെ ഏറ്റവും വലിയ വെല്ലുവിളി. മറ്റൊരു കാര്യം, പലരും മുകളിലേക്ക് കയറുന്ന വഴിക്ക് തന്നെ ഓൾറെഡി തീരെ അവശരായിട്ടുണ്ടാകും. അതായത് ഇനി മുകളിലേക്ക് കയറിയാൽ മരണം ഉറപ്പാണെന്ന അവസ്ഥയിലായിരിക്കും അവര്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവര് വീണ്ടും മുകളിലേക്ക് കയറി വടിയാകാൻ നിൽക്കുന്നതിന് പകരം തിരിച്ച് താഴെ ഇറങ്ങി മര്യാദയ്ക്ക് വീട്ടിൽ പോകും. പക്ഷേ ചിലരാണെങ്കിൽ അത് കാര്യമാക്കാതെ വീണ്ടും മുകളിലേക്ക് കയറും. അങ്ങനെ പോകുന്നവർക്ക് മരണം ഏകദേശം 100% ഉറപ്പാണ്. നിലവിലത്തെ റെക്കോർഡ് പ്രകാരം എവറസ്റ്റ് കയറാൻ ശ്രമിച്ചതിൽ 340-ൽ കൂടുതൽ പേര് ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. അതിൽ 200-ൽ കൂടുതൽ പേരുടെ ശവശരീരങ്ങളും ഇതുവരെ എവറസ്റ്റിൽ നിന്ന് തിരിച്ചെടുത്തിട്ടില്ല. കാരണം ഇത്രയും അപകടകരമായ ഒരു സ്ഥലത്ത് നിന്നും ശരീരം വീണ്ടെടുക്കുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല.
അതുമാത്രമല്ല അതിന് ഒരുപാട് കാശും ചിലവാക്കേണ്ടി വരും. ഒരു ബോഡി വീണ്ടെടുക്കാൻ തന്നെ പല ദശലക്ഷം രൂപയോളമാണ് ചിലവ്. അതുകൊണ്ടാണ് ഈ ശവശരീരങ്ങൾ ഇപ്പോഴും എവറസ്റ്റിൽ തന്നെ കിടക്കുന്നത്. കൊടുമുടിയിലേക്കുള്ള യാത്രക്കിടയിൽ പലപ്പോഴും ഈ ശവശരീരങ്ങൾ വഴിയരികിൽ കാണാൻ കഴിയും. മറ്റൊരു കാര്യം, എവറസ്റ്റിൽ മരിച്ചവരിൽ 35% പേരും യഥാർത്ഥത്തിൽ ഷെർപ്പകളാണ്. അതായത് ഹിമാലയൻ പ്രദേശങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഗോത്രവർഗമാണ് ഷെർപ്പ. ഇവർക്ക് പർവ്വതങ്ങളുടെ ഭൂപ്രദേശങ്ങളെക്കുറിച്ചും കാലാവസ്ഥാ ക്രമങ്ങളെക്കുറിച്ചും ഹിമാലയാസിലെ അപകടങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ ആഴത്തിലുള്ള അറിവുണ്ടായിരിക്കും. കാരണം ഇവരിവിടെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവറസ്റ്റ് കയറാൻ പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഏകദേശം എല്ലാവരും ഷെർപ്പകളെയും കൊണ്ടാണ് പോകുന്നത്. ക്ലൈംബേഴ്സിന് കൃത്യമായ റൂട്ടുകൾ പറഞ്ഞു കൊടുക്കുന്നതും പോകുന്ന വഴിയിൽ എന്തെങ്കിലും അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് അനലൈസ് ചെയ്യുന്നതും അപകടം നിറഞ്ഞ സ്ഥലങ്ങളിൽ ക്ലൈംബേഴ്സിന് സേഫ് ആയിട്ട് കയറാൻ റോപ്പും മറ്റ് സംവിധാനങ്ങളുമൊക്കെ കെട്ടി റെഡിയാക്കുന്നതും ക്യാമ്പുകളിൽ ടെന്റുകളും മറ്റുമൊക്കെ കെട്ടുന്നതും അങ്ങനെ എല്ലാം തന്നെ ഷെർപ്പകളാണ് ചെയ്യുന്നത്. അതുപോലെ ക്ലൈംബേഴ്സിന് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ അവരെ രക്ഷിക്കുന്നതും അവരെ പരിചരിക്കുന്നതും അവരെ കൃത്യമായി എപ്പോഴും മോണിറ്റർ ചെയ്യുന്നതും എല്ലാം ഷെർപ്പകളാണ്. അതിനു പുറമെ ഇവരെ ഒരുപാട് സാധനങ്ങളും ചുമക്കും. എന്തെങ്കിലും അപകടമുണ്ടോ എന്ന് പരിശോധിക്കാൻ ക്ലൈംബേഴ്സിന് മുന്നേ ഇവരാണ് പോകുന്നത്. ഇവരെ പരിശോധിച്ച് സേഫ് ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ക്ലൈംബേഴ്സിനെ അതുവഴി കൊണ്ടുവരുന്നത്. ചുരുക്കി പറഞ്ഞാൽ എവറസ്റ്റിൽ മരിച്ചവരുടെ എണ്ണം 340 പകരം 34,000 ആകാത്തതിന്റെ ഏറ്റവും പ്രധാന കാരണം ഷെർപ്പകളാണ്. ഇവര് ഇത്രയേറെ ഇമ്പോർട്ടന്റ് ആയതിനാൽ ഇനി മുതൽ എവറസ്റ്റ് കയറാൻ ശ്രമിക്കുന്ന എല്ലാവരും നിർബന്ധമായും ഒരു ഷെർപ്പയെ കൂടെ കൊണ്ടുപോയേ പറ്റൂവെന്ന നിയമം 2019 നേപ്പാൾ കൊണ്ടുവന്നു. 3 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ് ഒരു ഷെർപ്പയ്ക്ക് ക്ലൈംബേഴ്സ് കൊടുക്കേണ്ടത്. ഖുംബു ഐസ്ഫോൾ മുതൽ ഡെഡ് സോൺ വരെ മൊത്തം അപകടങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ജൈത്രയാത്രയാണിത്. ഈ യാത്രക്കിടയിൽ ഒരു ചുവട് മാറ്റിവെച്ചാൽ പോലും നമ്മുടെ ജീവൻ തന്നെ നഷ്ടമായേക്കാം. ഇതിന്റെ മനോഹാരിത നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നതായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ എവറസ്റ്റ് എന്നത് ഒരു യുദ്ധഭൂമിയാണ്. മനുഷ്യൻ പ്രകൃതിയുമായി നേരിട്ട് പൊരുതുന്ന ഒരു യുദ്ധഭൂമി.